ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടോ ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, എന്താ പറയുക, ഈ വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്തത് വരാമെന്നൊക്കെ. പക്ഷേ പോസ്റ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഗെയ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഋത്തിയുടെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണ്, September 7. ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരു മാസമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അറിയാം, ഭയങ്കര ലാഗാവുകയാണ്. മൺതെൻ്റെ വർക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും ദിവസം ഗ്യാപ്പ് വന്ന് നമ്മുടെ വീഡിയോസിന്. ഞാൻ വിചാരിച്ചത് ഭയങ്കര ഇനിയില്ല വീഡിയോസ്, ഇനി ഒരു ദിവസം പോലും മുടങ്ങില്ല, എങ്ങനെയെങ്കിലും വീഡിയോസ് ഇടണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, ഫാമിലി ആയാലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും വീഡിയോസ് ചെയ്യേ ഡെയിലി ചെയ്യുമ്പോൾ തന്നെ എന്നെ ഫോളോവേഴ്സ് ഉണ്ടാവുള്ളൂ. എല്ലാം പോട്ടെ, ഞാൻ ലാസ്റ്റ് വീഡിയോക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ആക്കുന്നു. പക്ഷെ മൺതെൻ്റെ വരുമ്പോൾ കേസ് എന്നെക്കൊണ്ട് നടക്കണില്ല. അത് ചെറിയ കാര്യങ്ങൾക്ക് മതി. ചെറിയ എന്തിനാ ടെൻഷൻ ആവണമെന്ന് എനിക്കും അറിയത്തില്ല. എന്നോട് എല്ലാവരും പറയണ്ടേ എന്തിനാ അങ്ങനെ ടെൻഷനാവും, ഈ ടെൻഷൻ അടിച്ച് ആ കാര്യം അത്രയും ചെറിയ കാര്യമാവും, ഒരു കുഴപ്പമില്ലാതെ തീരും. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു ടൈപ്പാണ്. അതിപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ കേട്ടോ, എക്സാമൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഒരു ദിവസം ടെൻഷൻ അടിച്ചൊരു വഴിക്കായിട്ടുണ്ടാവും. എന്നിട്ട് പനിയൊക്കെ വന്നിട്ട് അകതാവും. എന്നാലും എക്സാം ആകുമ്പോൾ പിന്നെ മാർക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല മാർക്കൊക്കെ വരുമ്പോൾ എന്തിനാ ടെൻഷൻ അടിച്ച്, പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ലല്ലോ, എന്തിനാ അത് ടെൻഷൻ അടിക്കണേ, പഠിക്കുന്നറിയാം. പിന്നെ നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എന്ത് കാര്യമായാലും നമ്മൾ ഫേസ് ചെയ്യണം. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ, അതെന്നോട് എല്ലാവരും ചോദിക്കും, ഞാനും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷെ എങ്ങനെയായാലും എൻ്റെ ടെൻഷൻ മാറത്തില്ല ഗെയ്സ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ലാഗാക്കണില്ല കേട്ടോ. നമ്മളിപ്പോൾ സമയപുരം കോവിലാണ് ഗെയ്സ്. പിന്നെ കേസ് എടുത്ത് പറയേണ്ട കാര്യം, നമ്മുടെ ഗുരുവായൂർക്ക് പോകുന്ന ഒരു എൻട്രിയാണ് കേട്ടോ. അതേപോലെ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെ അടുപ്പിച്ചിട്ട് ഒരു ഗ്യാപ്പില്ലാത്ത ഷോപ്പുകളാണ്. അപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല. ഞാൻ ക്യാമറ ഒരു സൈഡിലേക്ക് പിടിക്കുമ്പോൾ അയ്യോ മറ്റേ സൈഡിൽ നല്ല ഭംഗിയുണ്ട് കയറി, അപ്പോൾ അങ്ങോട്ട് തിരിക്കും. അപ്പോൾ ഒരു കറക്റ്റ് ഒരു വൃത്തിക്കൊരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല എന്ന് എനിക്കും തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ ഇതിൻ്റെയും കൂടിയിട്ടാണ് കൂടുതലായിട്ട് കൂടിയിട്ടാറുണ്ട്. അവർ പൂജയ്ക്കുള്ള സാധനമൊക്കെ മേടിപ്പിച്ചിട്ട് അമ്മയ്ക്ക് ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കൂടെ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എൻട്രി കേട്ടോ, അതിൻ്റെ സൈഡിൽ കൂടെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വേണ് കാണിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ഷോപ്പുകളാണ്, ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും ഷോപ്പുകളാണ്. നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മുടെ കോവിലിൽ. പിന്നെ കോവിലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു എന്ന്. ഞങ്ങൾക്ക് റൂമുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. വെറുതെ നല്ല കേസ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ ഇവിടെ 2-3 കല്യാണം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സൺഡേയും കൂടി ആയിരുന്നു, സ്കൂളൊന്നും ഇല്ലല്ലോ, കുട്ടികളെല്ലാവരും കൂടി അങ്ങനെ എന്താ പറയുക, നല്ല തിരക്കായിരുന്നു, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ എന്തോ ഒരു വഴിപാട് നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെറിയ രീതിയിൽ എന്തോ ഒരു പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ടുള്ള ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്യൂ എടുത്തിട്ട് അതിന് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ കേസ്. നമ്മൾ 100 രൂപ അങ്ങനെ 2-3 ഇതായിട്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 100 രൂപയുടെയാണ് അത് കേസ്, 100 രൂപയായിട്ടോ സ്പെഷ്യൽ ക്യൂവിന്. അപ്പോൾ അതിനടുത്തുണ്ടായിരുന്നു, അതിലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ശീവേലി അറിയില്ലേ, അതുപോലെ തന്നെ അമ്മേനെ എഴുന്നള്ളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 1.5 മണിക്കൂറോടെ ഇരുന്നിട്ടുണ്ടാവും. കുറച്ച് നേരം ഞാനൊക്കെ ക്യൂവിൽ നിന്നു കേട്ടോ. പിന്നെ നിൽക്കാനൊന്നും വയ്യ, അപ്പോൾ ഞാനത് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മുടെ കോവിൽ. പിന്നെ ഉള്ളിലേക്കൊന്നും അങ്ങനെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, നമുക്കധികം എടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. പിന്നെ എടുക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് പലരും. ഇപ്പോൾ നമുക്കത് ചെയ്യേണ്ട അത് ചെയ്തില്ല. പിന്നെ നമ്മൾ തൊഴുത്ത് വന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ അതൊക്കെ. ഇവിടെ നമുക്ക് പ്രസാദങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സൈഡിൽ നിന്ന്. പിന്നെ ഒരു ഡ്രം പോലെ കാണിച്ചിട്ടില്ല, അരി അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അതെന്തോ പ്രസാദത്തിൻ്റെ എന്തോ കൊട്ട അങ്ങനെ എന്തോ ചെയ്യാനുള്ളതാണ്, എനിക്ക് അറിയില്ല കേട്ടോ, കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇവിടുന്ന് പ്രസാദം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. 3 അമ്പലങ്ങൾ, വലിയ അമ്പലങ്ങൾ സന്ദർശിക്കാൻ പറ്റിയിട്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് ഭയങ്കര മനസ്സിന് സന്തോഷമായി. സത്യം പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ശിവലിംഗം കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തഞ്ചാവൂർ കോവിലിന്, അതേപോലെ തന്നെ ശ്രീരംഗം കോവിലിനാണ് ഇത്രയും വലിയ പെരുമാളിനെ കാണുന്നത്. അതേപോലെ തന്നെ അമ്മൻ കോവിൽ ഇത്രയും വലിയ വിഗ്രഹങ്ങൾക്കൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയിട്ടാണ് കേട്ടോ കേസ്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും സാറ്റർഡേ സൺഡേ ഒക്കെ പെട്ടെന്ന് പോണ പോലെ തോന്നാറ് കേട്ടോ. പക്ഷെ അന്നത്തെ ദിവസം എന്താ അറിയില്ല, ആ 2 ദിവസം നമ്മൾ കുറേ ടൈം എടുത്തിട്ട് കുറേ ടൈമൊക്കെ കിട്ടിയ പോലെ മനസ്സിന് ഭയങ്കര കൂളായിട്ടും എന്താ അറിയില്ല, ഭയങ്കര കാമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിക്കാൻ പറ്റി, അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. അപ്പോൾ അതൊന്നും കുറേ നേരം നോക്കാൻ നിന്നില്ല വീഡിയോസ്. എന്താ പറയുക, നമുക്കത് പേടിയൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ ഗുരുവായൂർ പോലെ ഒരുപാട് ഷോപ്പുകൾ അടുപ്പിച്ചിട്ടാണെന്ന്. പക്ഷേ ഗുരുവായൂർ വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഗുരുവായൂർ നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട് ഷോപ്പുകളിൽ എല്ലാ ഐറ്റംസിനും. പിന്നെ നമ്മളിത് അവിടെ കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ലൈറ്റൊക്കെ ഇട്ടൊരു ഷോപ്പ്. അങ്ങനെ കുറച്ച് ഹിസ്റ്ററി അറിയാമായിരുന്നു. പുരാണൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട്. ആ ടൈമിലായിരുന്നു ആ ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ ആ ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. എല്ലാ ഷോപ്പിലും ഒരുപോലെ റേറ്റ് ആട്ടോ. നല്ല റേറ്റ് കുറവ് പറഞ്ഞാൽ നല്ല റേറ്റ് കുറവാണ്. നല്ല ഗുരുവായൂരത്തെ കമ്പയർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഗുരുവായൂർ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല എൻട്രിയാണ് ഗുരുവായൂരത്തെ പോലെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റേറ്റ് കുറവാണ്. എല്ലാ ഐറ്റംസിനും 10 രൂപ 20 രൂപ അതിൻ്റെ കൂടുതലൊന്നും റേറ്റ് ഇല്ല കേട്ടോ. നല്ല നല്ല ഐറ്റംസാണ്. നമ്മൾ ഇനി ക്വാളിറ്റി ഇല്ല എന്നൊന്നും പറയാനില്ല. കാജലൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ക്രാബും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ കേസ് നമ്മൾ റൂം എടുത്തതിന് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമാണ് കേട്ടോ. അത് കുളമാണോ എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ഏരിയ എന്നൊക്കെ പറയാറുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പോയപ്പോൾ കുറേ വേസ്റ്റൊക്കെ ഇട്ടേ ആകെ ബോറായിരുന്നു കാണാൻ. അതുകൊണ്ട് പിന്നെ വീഡിയോസ് നിർക്കാതെ വേഗം പോന്നു. പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ നീ ഇതിനെ കൊണ്ട് ഞാൻ കാല് പിടിപ്പിക്കായിരുന്നു കേട്ടോ. അവിടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്നത്. പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇരിക്കുകയല്ലേ ഓഫീസിൽ നിന്നായാലും. പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ ഇപ്പോൾ കാലങ്ങനെ നല്ല വേദന ഉണ്ടാവാറുണ്ട്. എക്സസൈസൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കും, ഒന്നും ചെയ്യാറില്ല. ആദ്യമൊക്കെ നല്ലോണം ചെയ്യും കേട്ടോ. ഈ തടിയൊക്കെ കൂടുമ്പോൾ ഭയങ്കര ഇതായിരുന്നു ആദ്യമൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ നോക്കാറില്ല. അപ്പോൾ അങ്ങോട്ട് തടി കൂടിയാലും ശ്രദ്ധിക്കാറില്ല. ശരിക്കും അങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എക്സസൈസൊക്കെ ചെയ്യണമെന്ന് അറിയാം. ഞാൻ വിചാരിക്കും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യണം, ഡയറ്റൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്താ അറിയില്ല, വന്നാൽ പിന്നൊക്കെ മടിയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഋത്വിക് കൂടി നല്ല ഡാൻസാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് കേട്ടോ കേസ്. അപ്പോൾ എല്ലാ ഷോപ്പിലും നല്ല തിരക്കായിരുന്നു. സൺഡേ ആയിട്ടാവും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തലപ്പാക്കട്ടിക്കായിട്ടാണ് പോയിരുന്നത്. 2-3 ദിവസം നമ്മൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് നോൺ വെജ് കഴിക്കാനായിട്ടോ പോണത്. ഇവരുടെ പ്ലേറ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കേസ്. നമ്മുടെ ഇല പോലെ തന്നെ ഒരു ഷേപ്പിലുള്ള പ്ലേറ്റ്, അതിൽ ഇല മുറിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങിയിരുന്നത് സൂപ്പിലായിരുന്നു കേട്ടോ. ചിക്കൻ സൂപ്പായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിനോട് ചോദിക്കുമായിരുന്നു കേസ്, നമ്മൾ അൽഫാം പറഞ്ഞോ ഗ്രില്ലാണോ പറഞ്ഞതെന്ന്. അത് വോയിസിൽ കേട്ടോന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടേ ഒന്നും ഓർമ്മ ഉണ്ടാകുന്നില്ല. അൽഫാമോ ഗ്രില്ലോ ഏതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തലപ്പാക്കട്ടി ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ബൈ.